എത്രയും പെട്ടെന്ന് അമ്മയുടെ ഓപ്പറേഷൻ നടത്താനുള്ള മാർഗം എനിക്ക് കാണിച്ചു തരണേ. അമ്മേ, ദേ നോക്കി. ഇവളെന്താ ഈ വേഷത്തില്? മനസ്സിലായി. കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ ചിലപ്പോ നവീൻ നിർബന്ധിച്ചിട്ടുണ്ടാവും. തറവാട്ടിൽ വന്ന് കയറാനുള്ള തയ്യാറെടുപ്പാ. ശരി, വാ. നിക്ക്. ഇതെന്താ ഈ പുതിയ വേഷത്തില്? അന്ന് നീ ഗസ്റ്റ് ഹൗസിൽ വന്നപ്പോ ഞങ്ങളെല്ലാരും ഒന്നുമല്ലാതാക്കി അങ്ങ് തിരിച്ചുപോയി. പക്ഷേ ഇന്നത് നടക്കും തോന്നുന്നുണ്ടോ? എന്താ? ഈ നാട്ടിൽ ഇഷ്ടം പോലെ ചെറുപ്പക്കാർ വേറെ ഇല്ലേ? നവീനെ നീ വിട്ടേക്ക്, അതാണ് നിനക്ക് നല്ലത്. അല്ല, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. ഈ വേഷം കെട്ടലും കൊണ്ട് തറവാട്ടില് നിന്നെ ആരും പ്രതിഷ്ഠിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സംഭവിക്കില്ല. മനസ്സിലായല്ലോ? പൊയ്ക്കോ പൊയ്ക്കോ. ഇതാരാത്? ഇവർക്ക് എന്താ പറ്റിയത്? നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ എന്താ നിർമ്മല ഒന്നും തിരിച്ചു പറയാത്തത്? അത് മനസ്സിലായില്ലേ? നവീന്റെ കൂടെയോ അവളുടെ അമ്മയുടെ കൂടെയോ നിൽക്കുമ്പോ മാത്രമേ അവൾക്ക് ധൈര്യമുള്ളൂ. ഒറ്റയ്ക്കായ നല്ല പേടിയാ. ആ, അത് കറക്റ്റാ. അല്ലെങ്കിൽ അവളിപ്പോ പ്രതികരിക്കേണ്ടതല്ലേ? എന്തായാലും അവളെ തനിച്ച് കിട്ടിയല്ലോ അച്ഛാ. ഞാൻ അവളെ ശരിക്കൊന്ന് കണ്ടിട്ട് വരാം. അത് വേണം മോളെ. പറയാനുള്ളതൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. നീ ചെല്ലു മോളെ. സിത്താരയുടെ മകളാണോ കീർത്തിയാണോ വലുതെന്ന് ഇപ്പ അറിയാം. അയ്യോ, മാറ്.